ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിംഗ് മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയാണ് വേണ്ടത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു സമയം വരെ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ മൂത്തൊന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ചതച്ച മുളക് 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇതെല്ലാം പൊടിയൊക്കെ മിക്സായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ്. നമുക്ക് എത്ര മസാലയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം 4 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം വെജിറ്റബിൾ മസാല വേണമെങ്കിലും ചേർത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് വഴറ്റിയെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതാ മുട്ടയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ മസാലയൊക്കെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയാവും. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ആഡ് ചെയ്യണമെന്നില്ല. ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 സ്പൂൺ കെച്ചപ്പാണ് ആഡ് ചെയ്യുന്നത്. കെച്ചപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാനുണ്ട്. ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഇതേപോലെ മുറിച്ച് കളഞ്ഞതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അതേപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ല തിന്നായിട്ട് ഈ ബ്രെഡ് സ്ലൈസ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്തും പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ മാത്രമല്ല മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു കോർണറിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ശേഷം അതിന് പുറത്തും കൂടെ നമുക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെയും വെള്ളം പുറത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഈ കാണിച്ചിരിക്കുന്ന ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ സൈഡും നല്ലതുപോലെ പ്രസ് ചെയ്ത് ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് വെള്ളം അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്തെടുക്കുക.
ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് 1-1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ മുകൾ സൈഡിലും കൂടെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സൈഡിൽ നിന്നൊന്ന് മടക്കി യോജിപ്പിച്ചെടുക്കുക. കോർണേഴ്സൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ വീണ്ടും കുറച്ച് വെള്ളം തടവിയിട്ട് നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മസാല മുഴുവനും ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് മുഴുവനും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കോട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള മാവ് റെഡിയാക്കാം. അതിന് നമുക്ക് മൈദ വേണം. 1/2 കപ്പ് മൈദ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുരുമുളക് ചതച്ചതാണ്, ക്രഷ് ചെയ്ത കുരുമുളകാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മൈദ തീരെ ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കായി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിന് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൈദ മിക്സ് റെഡിയാക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മിക്സ് വേണ്ടത്. ഇപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ ഒന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് പീസ് എടുത്തിട്ട് മൈദയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ബ്രെഡ് ക്രംസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സൈഡൊക്കെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കണം. തീ തീരെ കുറച്ച് വെക്കേണ്ട കാര്യമില്ല. ഒരുപാട് കുറച്ച് വെച്ചാൽ ഇത് അധികം എണ്ണ കുടിക്കും. അതുമാത്രമല്ല ഒരുപാട് മൂത്ത് കിട്ടേണ്ട സാധനങ്ങളൊന്നും ഇതിലില്ല. മൈദയുടെ ആ കോട്ടിങ് ഒന്ന് കവർ ചെയ്തത് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് മുഴുവനും ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. Thank you so much for watching.